148ാമത് മന്നം ജയന്തി ആഘോഷം ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. യുഗപ്രഭാവനായ സമുദാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 148ാമത് ജയന്തി ആഘോഷമാണ് കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ വെച്ച് നടന്നത്. സമുദായത്തിന്റെ പുരോഗതിയിലൂടെ സമൂഹ നന്മയ്ക്ക് ജീവിതാവസാനം വരെ കഠിനാധ്വാനം ചെയ്യുകയും തന്റെ കർമ്മപഥത്തിലൂടെ സഞ്ചരിക്കുവാൻ സമുദായത്തെ സജ്ജമാക്കുകയും സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ വിപ്ലവകരമായ പരിവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും സമുദായ താൽപര്യത്തോടൊപ്പം ജനാധിപത്യവും മതേതരത്വവും രാജ്യ താൽപര്യവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ദുർവ്യായങ്ങൾക്കും ഉച്ചനീചത്വങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും കർമ്മപ്രഭാവത്താൽ ശൂന്യതയിൽ നിന്നും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് മന്നത്താചാര്യന്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും ആദരപൂർവ്വം സ്മരിച്ചുകൊണ്ട് ആചാര്യന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുൻപിൽ കാണിക്കയിട്ട് പുഷ്പാർച്ചന നടത്തിയാണ് മന്നത്ത് ജയന്തി ആഘോഷം നടന്നത്. പ്രമുഖ ബഹിരാകാശ ഗവേഷണ ശാസ്ത്രജ്ഞനും തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടറുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ എസ് ഉദ്ഘാടനം ചെയ്തു. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ അവർ സമൂഹത്തിന് വിപത്തായിട്ട് മാറുന്നു, അവർ കൊലപാതകങ്ങളിൽ പെടുന്നു. ഇതിന് പ്രധാനമായും വരുന്നത് ഈ പറയുന്ന ഡ്രഗ്, അതുപോലെ മദ്യത്തിൻ്റെ ലഭ്യതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതായിരിക്കും അദ്ദേഹം തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരുപക്ഷെ വിമോചന സമരം പോലെ ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെ ഈ ജനതയെ ഇതിൽ നിന്ന് വിമോചിപ്പിക്കാമെന്നുള്ളതായിരിക്കാം. അതുപോലെ നമുക്കറിയാം, മൊബൈൽ ടെക്നോളജി ഏറ്റവും സുസ്ഥിരമായ ഒരു ടെക്നോളജിയാണ്. നമ്മുടെ കൈക്കുള്ളിലാണ് വിജ്ഞാനം മുഴുവൻ. ഒരു മൊബൈലിൽ എന്ത് വിജ്ഞാനം ചോദിച്ചാലും നമുക്കത് കിട്ടും. അതിനകത്ത് റിലയബിൾ ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷേ ഒരു സമൂഹത്തിൻ്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു പ്രതിഫലനം പോലെ തന്നെയാണ് ഈ പറയുന്ന മൊബൈലും. മൊബൈലിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. മൊബൈലിൽ നല്ല സൈറ്റുകളുണ്ട്, ചീത്ത സൈറ്റുകളുണ്ട്. അതിൽ കൂടെ ട്രേഡിങ് നടക്കുന്നുണ്ട്. നമുക്കറിയാം, ആമസോൺ പോലുള്ള സൈറ്റിൽ കൂടെ നമ്മളെല്ലാം ഇപ്പം വീട്ടിലിരുന്നാണ് പല സാധനങ്ങളും വാങ്ങിക്കുന്നത്. സ്വിഗ്ഗി, ജീനി, ധാരാളം ആപ്പുകൾ നമ്മുടെ ജീവിതത്തെ ജീവിതത്തിന് വളരെയധികം നല്ല സർവീസുകൾ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് സൈഡ് ഓഫ് നെറ്റ് ഉണ്ട്. അവിടെ പലതും കിട്ടും, ഡ്രഗുകൾ മുതലായ പല കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം ടെക്നോളജി അത് കുട്ടികളുടെ കയ്യിലെത്തുമ്പോൾ അത് അവരിലുണ്ടാക്കുന്ന വിപത്ത്. കാരണം പണ്ട് കാലത്തൊക്കെ ഒരു കത്തെഴുതുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രേമലേഖനം എഴുതുക എന്ന് പറഞ്ഞാൽ അത് ചെന്ന് ചാടുന്നത് അച്ഛൻ്റെ കയ്യിലായിരിക്കും, വീട്ടിൽ കത്ത് കൊണ്ടു കൊടുക്കുന്ന പോസ്റ്റ്മാൻ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പോയിന്റഡാണ്. ഒരു കുട്ടിയുടെ ബെഡ്റൂമിൽ അവളുടെ കയ്യിൽ മെസ്സേജുകൾ എത്താം. അതിൽ നല്ലതെത്താം, ചീത്തയെത്താം. അപ്പോൾ ഈ ടെക്നോളജികളെ നമുക്ക് നിരസിക്കാൻ പറ്റില്ല. നമുക്കത് കുട്ടികൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അതെപ്പോഴും അതിനൊരു നിഷ്കർഷത കാണും. ഒരുപക്ഷെ ഇന്ന പ്രായം വരെ ഈ ടെക്നോളജി അവന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം അവൻ്റെ റെസ്പോൺസിബിൾ യൂസർ എന്ന നിലയ്ക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവൻ്റെയോ അവളുടെയോ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുക്കാം. അങ്ങനെ ഒരു നിഷ്കർഷ നമ്മൾ പേരൻസ് നമ്മുടെ കുട്ടികളോട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, കൊച്ചുകുട്ടികൾ കരയുമ്പോൾ കളിപ്പാട്ടത്തിന് പകരം മൊബൈലാണ് കൊടുക്കുന്നത്. അതോടുകൂടി അവൻ്റെ കരച്ചില്ലെങ്കിൽ അവളുടെ കരച്ചിൽ നിർത്തും. അതിലെ ചലനങ്ങളും വീഡിയോകളും കണ്ട് നമ്മൾ ആ താൽക്കാലികമായിട്ട് കിട്ടേണ്ട ഒരു സമാധാനത്തിന് വേണ്ടി ആ കുട്ടിയെ അതുപോലൊരു ടെക്നോളജിക്ക് അടിമയാക്കുകയാണ്. അപ്പോൾ ഇതാവാം വേറൊരു ഏരിയ. ഇതെങ്ങനെ കൂടുതൽ റെസ്പോൺസിബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക.
അതുപോലെ നമുക്കറിയാം, ഞാൻ പഠിച്ചത് ഒരു NSS സ്കൂളിലാണ്. എൻ്റെ 8, 9, 10 മാഞ്ഞൂർ VK വേലപ്പൻ മെമ്മോറിയൽ NSS സ്കൂളാണ്. അന്ന് ആ സ്കൂളിൽ നിറച്ച് കുട്ടികളുണ്ടായിരുന്നു, നല്ല അധ്യാപകരുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു 8ാം ക്ലാസ് വരെ കൃത്യമായിട്ട് മാർക്കോ അല്ലെങ്കിൽ അത്ര ശുഷ്കാന്തിയോ ഇല്ലാതെ പഠിച്ചിരുന്ന ഞാൻ 9 മുതൽ ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയനാവാൻ കാരണം തന്നെ 9ാം ക്ലാസ്സിൽ അച്ഛൻ്റെ സുഹൃത്തായ വാസുപിള്ള സാർ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്സ് സാർ എൻ്റെ ക്ലാസ് ടീച്ചറായി വരികയും എന്നിൽ പ്രത്യേകിച്ചൊരു ശ്രദ്ധ അദ്ദേഹം നൽകുകയും ചെയ്തതോടുകൂടിയാണ് എനിക്ക് അങ്ങനെ മാറാൻ പറ്റിയതും 10ാം ക്ലാസ്സിലാവുമ്പോൾ ആ സ്കൂളിലെ ഒരു ടോപ്പറായിട്ട് എനിക്ക് പാസ്സാവാൻ സാധിച്ചു. അപ്പോൾ അത്രയും നല്ല അധ്യാപകരും ക്യാമ്പസിലുമുള്ള സ്കൂളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്കൂളിൽ ഞാൻ അടുത്ത കാലത്ത്, എനിക്ക് തോന്നുന്നത് അടുത്ത കാലം എന്ന് പറഞ്ഞാൽ 2015 കെയർ മിഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി. അപ്പോഴെനിക്ക് ആ സ്കൂളിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. വളരെ കുറച്ച് കുട്ടികൾ, പുല്ലും വളരെ വൃത്തികേടായി കിടക്കുന്ന ക്യാമ്പസ്. ആ സ്കൂളിന് ഇപ്പോഴും അതൊരു മലയാളം മീഡിയമാണ്. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. മന്നത്താചാര്യന്റെ സഹപ്രവർത്തകനായിരുന്ന തലമുതിർന്ന നേതാവ് മഞ്ചേരി ഭാസ്കരൻ പിള്ള, NSS മുൻ വൈസ് പ്രസിഡന്റും രജിസ്ട്രാറുമായിരുന്ന പ്രൊഫസർ VP ഹരിദാസ്, ഹൈറേഞ്ച് NSS വനിതാ യൂണിയൻ പ്രസിഡന്റ് സുമാ രവീന്ദ്രൻ, ശ്രീ പത്മനാഭപുരം സംരക്ഷണ സമിതി ചെയർമാൻ R. സുരേഷ്, ഹൈറേഞ്ച് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാർ, ഹൈറേഞ്ച് NSS യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ AJ എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് അടിമാലി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.